ബ്രെഡും പഴവും മുട്ടയുണ്ടല്ലോ. ഹലോ മാഡം, നൈസ് ടു മീറ്റ് യു. ഇതെന്താ പരിപാടി? ഓ മനസ്സിലായി. എന്ത് പുട്ടാണ്? ഗോതമ്പ്. സുഹൃത്തുക്കളെ, ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. പക്ഷേ ഗോതമ്പ് പുട്ട് അരിപ്പുട്ട് പോലെ തരിയില്ലാതെ വളരെ പൊടിയായിട്ട് കൊഞ്ചം ഇങ്ങനെ പാരുങ്ങമ്മ, നല്ല തരിയായിട്ട് ഉണ്ടാക്കാൻ പോവാ അല്ലേ? സാധാരണ നമ്മൾ ഗോതമ്പ് പുട്ട് കുഴച്ചെടുക്കുമ്പോൾ ഭയങ്കര പാടാ. എന്തായാലും ഇങ്ങനെ കട്ട പിടിക്കും. അതിങ്ങനെ തിരുമ്മി ഉടച്ചിട്ടാണ് നൈസായിട്ടാണ് എടുക്കുന്നത്. അതല്ലാതെ ഒരു ടിപ്പ് പറയാം, എളുപ്പത്തിൽ പറഞ്ഞോളൂ. ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം. ഓക്കെ. എന്നിട്ട് കുറച്ച് പൊടി വറുത്തപ്പോൾ തന്നെ ഉപ്പിട്ട് എല്ലാ ഇലക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വറുത്ത പൊടിയാണ്. ഇതിങ്ങനെ നന്നായിട്ട് ഒന്ന് ഇലക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ഈ പൊടി കുറച്ച് എടുത്തിടണം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഈ പൊടിയും കൂടി കുറച്ച് ഇതിൻ്റെ കൂടെ ഇടണം. ലോക്കായോ? ആ, ലോക്കായി. അറിയിക്കട്ടെ. നോക്കിക്കേ, തരിയായോ? ഇത് നോക്ക്, ഇത് നോക്ക്. ഇത് വേണ്ട, ഒന്നും കൂടെ അടിക്കണം. ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. കട്ട അത് ആ വെള്ളമയം കൂടിയിട്ട് കട്ട പിടിച്ചേക്കുവാണെങ്കിൽ കുറച്ച് വറുത്ത പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരി. വേറെ പാത്രത്തിൽ മാറ്റി കാണിക്കാവേ. അടിപൊളി. പക്ഷെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ പിടിക്കണം, അല്ലെങ്കിൽ മാവായി പോകും. ഒരുപാട് തരിപ്പൊടി ചേർക്കരുത്. നമ്മൾ സാധാരണ അരിപ്പുട്ടിന് ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പൊ സാധാരണ നമ്മൾ അല്ലാതെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഒരുപാട് സമയം എടുക്കും. ഇത് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പലർക്കും അറിയാം, പക്ഷെ ഇത് ഉണ്ടാക്കാൻ കഷ്ടപ്പാടുകൊണ്ട് അങ്ങനെ മിക്കവാറും ഉണ്ടാക്കത്തില്ല. ഇങ്ങനെ ഉണ്ടാക്കിയ ടേസ്റ്റ് വളരെ ബോറായിരിക്കും. പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ്. നമ്മളിനി പുട്ട് ഉണ്ടാക്കി തേങ്ങാപ്പരയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് വരാം. അതെ, നല്ല ചൂട് പുട്ട് വേണ്ട ആവി പറക്കുന്ന നമുക്ക് കഴിക്കാം. വേണ്ട കട്ട പിടിക്കാതെ നല്ല തരിതരിയായിട്ടിരിക്കുന്ന പുട്ട്. അപ്പൊ സന്തോഷം. ബൈ ബൈ. ക്യാമറാമാൻ ഭർത്താവിനൊപ്പം ഭാര്യ.